ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്കൂൾ തുറപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം ദാണ്ട് ജൂൺ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ് കടകളിലൊക്കെ, പ്രത്യേകിച്ച് ബുക്ക് ബാഗ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ഭയങ്കര തിരക്കാണ്. അതുപോലെ ഡ്രസ്സ് എടുക്കുന്ന കടകളിലും തിരക്കുണ്ട്, കരുനാപ്പിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കും. ഇവിടെ ഭയങ്കര ഓഫറുകളൊക്കെ ഉണ്ടെന്ന് കേട്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നിനൊന്ന് ഫ്രീ ബുക്കുകൾ, നോട്ട്ബുക്കുകൾ ഒന്നിനൊന്ന് ഫ്രീ ഉണ്ട്. 3 ബുക്കിന് 1 ബുക്ക് ഫ്രീ, ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. നല്ല തിരക്കുണ്ട്. ഞാനപ്പോൾ 2 ദിവസം മുന്നേ വന്നപ്പം ഇതിലും ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വാങ്ങാതെ തിരിച്ചു പോയതാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെ ഇവിടെ ചെരുപ്പിൻ്റെ ഒരു കുറച്ച് പോർഷനുണ്ട് ചെരുപ്പുകൾ വിൽക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഫാൻസി ഐറ്റംസ്, റെയിൻ കോട്ട്, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും, സ്കൂളിലേക്ക് വേണ്ടതായാലും അല്ലാതുള്ള നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ടതായാലും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് തവണ ഈ കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വരാറുള്ള കടയാണ്. അപ്പം ഞാൻ ഇപ്പോൾ സ്കൂൾ തുറപ്പിൻ്റെ തിരക്കും കുറച്ച് ഓഫറുകളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതും കൂടെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ റെയിൻ കോട്ടിന് നമ്മളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്ത് 49 രൂപയുടെ റെയിൻ കോട്ട്, അത് ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ ഒരു കട എവിടെയാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം, വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ ദാണ്ട് റെയിൻ കോട്ട്, ഇപ്പം നമുക്ക് ആ ഒരു റെയിൻ കോട്ട്, പോഞ്ചോ റെയിൻ കോട്ട്, ആ റെയിൻ കോട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ദാണ്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് ആ ഒരു റെയിൻ കോട്ട് എന്ന് 49 രൂപയുടെ ആ റെയിൻ കോട്ട് ഒരാൾക്ക് ഒരെണ്ണം മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത്രയും വിലക്കുറവാകുമ്പോൾ ഒരുപാട് പേര് വന്ന് കൂടുതൽ എടുക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. സ്കൈ പോഞ്ചോ റെയിൻ കോട്ട് ഒരാൾക്ക് ഒരെണ്ണം മാത്രം. പിന്നെ സാധാ ഇപ്പം കിടക്കുന്നതൊക്കെ സാധാ നമ്മുടെ നോർമലായിട്ടുള്ള റെയിൻ കോട്ടുകളാണ്. കൂടിയതും കുറഞ്ഞതും എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട്. പിന്നെ ഏതാണ്ട് കുടകൾ, ഏതാണ്ട് കുഞ്ഞു കുടകൾ വരെ. അപ്പോൾ ഈ ഒരു ഷോക്കുടയായിരിക്കും വെറും പൊടിക്കുടയൊക്കെ ഇരിക്കുന്നത്. അത് തൊട്ട് ബാക്കി നമുക്ക് ഈ കാലം കുട ടൈപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കുടയുണ്ട്. പിന്നെ ഫാൻസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫാൻസി ഐറ്റംസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് വള, മാല, കമ്മൽ, ബോ, ഹെയർ ബോ, എല്ലാ ടൈപ്പ് സാധനങ്ങൾക്കും ഒരുപാട് കളക്ഷൻ അതിൻ്റെയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാണ്ട് ബുക്കിൻ്റെ ഓഫറുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്ക് 3 എടുക്കുമ്പോൾ 1 ഫ്രീ. അല്ലാത്ത നമ്മുടെ സാധാ കുറച്ച് വലിയ ബുക്ക് തന്നെ സാധാ ടൈപ്പ്, അത് 1 ഫ്രീ ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് MRPനകത്ത് കിടക്കുന്ന 57 രൂപയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട്. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും പറ്റിയതും പിന്നെ കളർഫുള്ളായിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള റെയിൻ കോട്ടുകൾ ഒരുപാടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറി ഞാൻ നോക്കാം. ഭയങ്കര തിരക്കായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വീഡിയോ എടുക്കാൻ പാടുണ്ട്. പിന്നെ ദാണ്ട് ഈ ഒരു ബ്രൗൺ പേപ്പർ, പുസ്തകം, ബുക്കൊക്കെ പൊതിയുന്ന ഒത്തിരി ടൈപ്പ് പേപ്പറുകളുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ കുറേ കളറ് പേപ്പറുകൾ, നമ്മുടെ കവർ ഒക്കെ കണ്ടായിരുന്നു. പിന്നെ ദാണ്ട് ബുക്കുകൾ ഇതാണ് കേട്ടോ. ഈ ബുക്കാണ് 1 ഫ്രീ ഉള്ള ബുക്ക്. അത്യാവശ്യം കട്ടിയൊക്കെയുള്ള ബുക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമലായിട്ട് സാധാ വാങ്ങുന്ന ബുക്ക് ടൈപ്പ് തന്നെ ആ ഒരു ടൈപ്പാണ്. പിന്നെ വന്നിട്ട് അകത്തോട്ട് പോകാൻ ഞാൻ ബുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അഥവാ കാണേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിലോ, ഏത് ടൈപ്പ് ബുക്കാണ് കൊടുക്കുന്നത്, 1 ഫ്രീ ആകുമ്പം അത് എത്രമാത്രം പേപ്പറുണ്ട്, കട്ടിയുണ്ടെന്നൊക്കെ അറിയേണ്ടവരുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഈ കുറച്ചൊന്ന് എടുത്ത് കാണിക്കുകയാണ് ഈ ഒരു പോർഷൻ ബുക്കിൻ്റെത്. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര വിശാലമായിട്ട് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തുണിത്തരങ്ങൾ, എല്ലാ ടൈപ്പ് തുണികൾ, അത് ആണുങ്ങൾക്ക് പറ്റിയ ജെൻസ് ടീഷർട്ട്, ജീൻസ്, ഷർട്ടുകൾ, എല്ലാ ടൈപ്പും. പിന്നെ കുഞ്ഞു ആൺപിള്ളേർക്കും കുഞ്ഞു പെൺപിള്ളേർക്കും വലിയവർക്കും എല്ലാം പറ്റിയ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരുപാട് പാത്രങ്ങൾ, നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പാത്രം തൊട്ട് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല പാത്രങ്ങളോട്ട് വലിയ പാത്രങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. പ്ലാസ്റ്റിക് ഐറ്റംസ് ആയാലും തുണികളായാലും സ്റ്റീല്, അലൂമിനിയം, കുപ്പി പാത്രങ്ങൾ, ഭരണി, അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വിശാലമായിട്ട് ഈ ഒരു പ്ലേറ്റ് കണ്ടോ, കുഞ്ഞുങ്ങളുടെയൊക്കെ നല്ല എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തോട്ട് വലിയ തിരക്കില്ല. ഇപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഒക്കെയാണ്, അങ്ങോട്ടാണ് കൂടുതൽ തിരക്ക്. ഇവിടെ കുറച്ച് ഒഴിവുണ്ടായിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് കാണിച്ചത്. പിന്നെ നമ്മുടെ ടവലുകൾ, ഈ മേശവിരി, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ ചിരവ, നമ്മൾ ഭിത്തിയിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തിരിങ്ങിയിട്ട് മാറ്റാമല്ലോ, ഈ സ്ഥലം മാറ്റി വെക്കാൻ പറ്റിയ അങ്ങനെയുള്ള ചിരവകൾ, കുറേ ചപ്പാത്തി പലക, പിന്നെ വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ,
അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് വിശാലമായിട്ട് കാണിക്കാൻ ഇവിടെ തിരക്കായതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ഐറ്റംസ് ജസ്റ്റ് കാണേണ്ടവർക്കും അറിയേണ്ടവർക്കും അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ സ്കൂൾ തുറപ്പിൻ്റെ ഒരു തിരക്ക് കഴിയുമ്പോൾ പിന്നെ ഇനി ഓണത്തിൻ്റെ തിരക്കിലോട്ട് പോകും. പിന്നെ ദാണ്ട ബോക്സ് ഐറ്റംസ് ഒരുപാട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെതും അല്ലാത്ത ടൈപ്പും ആണെങ്കിലും എല്ലാം ഉണ്ട്. കുറഞ്ഞതും കൂടിയതും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. പിന്നെ സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണമെന്ന് അത്ര കൺഫ്യൂഷൻ ആവുന്ന തരത്തിലുള്ള ബാഗുകളുടെ ആയാലും എല്ലാത്തിൻ്റെയും. ഇപ്പം നമുക്ക് സ്കൂൾ ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് ഈ ഒരു സംഭവങ്ങളിലോട്ട് ഇവർ കൂടുതൽ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഓണം ആകുമ്പോൾ പിന്നെ തുണി തരത്തിലോട്ടും പാത്രങ്ങളിലോട്ടും ഒക്കെ പൂവിൻ്റെ കളക്ഷൻസ് കൂടുതലായിട്ട്, തിരക്കും അങ്ങോട്ട് കൂടുതലായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ചെറിയ നമ്മൾ കറിയൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ ഡപ്പകൾ, സ്റ്റീലിൻ്റെതും അത് പ്ലാസ്റ്റിക്കും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. ഈ ബോട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുള്ളാണ്, ക്യൂട്ടാണ്, അടിപൊളി. ഈ വാട്ടർ ബോട്ടിലുകൾ, പിന്നെ സ്റ്റാപ്ലെയറിൻ്റെ, പിന്നെ അങ്ങനെ ഒരുപാട് പശകളൊക്കെ ഉണ്ടല്ലോ, ഗമ്മുകൾ 5 രൂപയ്ക്ക് തുടങ്ങുന്നത് തൊട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ഉപയോഗത്തിനും വലിയ ഉപയോഗത്തിനും ഒക്കെ പറ്റിയ പശകൾ പല ടൈപ്പുണ്ട്. പിന്നെ പേപ്പറുകൾ, അങ്ങനെയുള്ള ഒരുപാട് പേന കളക്ഷൻ, അങ്ങനെ എല്ലാം ഇന്ന് വേണ്ട എല്ലാ കളക്ഷനും ഉണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് വേണ്ടതും അല്ലാതെ വേണ്ടതും എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് കൂട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും സ്കൂളിലേക്കും മറ്റെല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വേറൊരു കടയിലും കയറണ്ട, വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാം. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു കട വന്നിട്ട് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു കട. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.